ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകാദശ പാഠ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ദ്വീപേഷു രമ്യ ദ്വീപോ അണ്ടമാനഃ, ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അണ്ടമാൻ ദ്വീപ സമൂഹസ്യ രാജധാനി കാ. എന്താണ് രാജധാനി കാ എന്ന് പറയാൻ കാരണം ഒന്ന്? കാ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. എന്തുകൊണ്ട്? രാജധാനി സ്ത്രീലിംഗമാണ്. അപ്പോൾ അണ്ടമാൻ ദ്വീപ സമൂഹസ്യ രാജധാനി കാ ഏതാണ്? ശ്രീ വിജയപുരം. അത് പഠിച്ചു. അതിൻ്റെ പൂർവ്വനാമകിം, അതിൻ്റെ മുമ്പത്തെ പേരെന്തായിരുന്നു? പോർട്ട് ബ്ലെയർ അല്ലേ? ഇതൊക്കെ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെയായി. അപ്പോൾ ഇവിടെ സൂര്യാംശഃ എന്ത് ചെയ്തു? സൂര്യാംശം ഗൃഹം ഗത്വ എന്ത് ചെയ്തു? വീട്ടിൽ ചെന്നിട്ട് ജാലപുടേ ഏതസ്യ അന്വേഷണം അകരവത് അല്ലേ? ജാലപുടേ ഇൻ്റർനെറ്റിൽ അല്ലേ, വെബ്സൈറ്റിൽ കൂടി അത് അന്വേഷിച്ചു. അതുവരെയാണ് നമ്മൾ പഠിച്ചത്, അകരവം വരെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കില്ല. പേജ് നമ്പർ 116 അകരവം കഴിഞ്ഞിട്ട് അധ്യാപിക പറയണം. അധ്യാപിക സമീചീനം സൂര്യാംശ. സമീചീനം, സമീപിച്ചത് നന്നായി, കൊള്ളാം, നന്നായി അങ്ങനെ ചെയ്തത് കൊണ്ട് നന്നായി. ഭവാൻ കിം അന്വിഷ്ടവാൻ തത്ര? തത്ര ഭവാൻ കിം അന്വിഷ്ടവാൻ അന്വേഷിച്ചു. അത് പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ എന്തന്വേഷിച്ചു? തത്ര കുത്ര, എവിടെ? ആ വെബ്സൈറ്റിൽ അല്ലേ? അപ്പോൾ സൂര്യാംശ മഹോദയേ രാമായണകാലേ അസ്യ ദ്വീപസ്യ നാമ ഹണ്ടുകമാൻ ആസീത്. ഏഷഃ ശബ്ദഃ പ്രായഃ ഹനുമാൻ ഇതി ശബ്ദസ്യ പരിവർത്തിതം രൂപം. പ്രഥമ ശതാബ്ദാം അസ്യ നാമ അഗാദേമൻ ഇതി ആസീത്. തതഃ പരം അംഗാദേമൻ ജാതം ഇതി സർവകാരസ്യ ആധികാരിക ജാലപുടേ അഹം ദൃഷ്ടവാൻ. അപ്പോൾ ജാലപുടേ കിം ദൃഷ്ടവാൻ, എന്താണ് കണ്ടത് ജാലപുടത്തിൽ? രാമായണകാലേ, ഡ്യൂറിങ് രാമായണ സമയത്ത്, രാമായണകാലേ എന്നുള്ളത് സപ്തമി ഏകവചനമാണ്, കാലത്തിൽ. അസ്യ ദീപസ്യ, കസ്യ ദീപസ്യ അണ്ടമാൻ ദീപസ്യ നാമ കിമാസീത്. എന്തായിരുന്നു രാമായണ സമയത്ത് ആ ദ്വീപിൻ്റെ പേര്? ഹണ്ടുകമാൻ എന്നായിരുന്നു. ആസീത് നിങ്ങൾ പഠിച്ചതല്ലേ? അസ് ധാതുവിൻ്റെ വർത്തമാനകാലം ലട്ട് വരുമ്പോൾ അസ്ഥി സ്തഹ സന്ധി, പാസ്റ്റ് ടെൻസ് ആണ്, ലങ് ആണ്. ആസീത് ആസ്താം ആസൻ പഠിച്ചതാണ്. ആസീത് ആസ്താം ആസൻ ആയിരുന്നു. അശോക നാമ രാജ ആസീത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ? ഏഷഃ ശബ്ദഃ പ്രായഃ ഹനുമാൻ ഇതി ശബ്ദസ്യ പരിവർത്തിതം രൂപം. ഏഷഃ ശബ്ദഃ, ഏഷഃ ബാലഃ, ഏഷഃ ബാലകഃ, ഏഷഃ ഛാത്രഃ, ഏഷഃ ഗജഃ. എന്തുകൊണ്ടാണ് അത്? ഏഷഃ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ശബ്ദമാണ്. ഏഷഃ ഏതത് ശബ്ദത്തിൻ്റെ പുല്ലിംഗ ശബ്ദമാണ് ഏഷഃ. അപ്പോൾ ഇത് ഇവിടെ ഏഷഃ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഈ ദ്വീപിൻ്റെ ഏഷഃ ശബ്ദം, ഈ ശബ്ദത്തിൻ്റെ കിം ശബ്ദം, ഏത് ശബ്ദം? ഹണ്ടുകമാൻ അല്ലേ? ഏഷഃ ശബ്ദഃ പ്രായഃ, പിന്നീട് എന്ത് സംഭവിച്ചു? ഹനുമാൻ ഇത് ശബ്ദസ്യ പരിവർത്തിതം രൂപം. ഹനുമാൻ എന്ന ശബ്ദത്തിൻ്റെ പരിവർത്തിതം രൂപമായി. പരിവർത്തിതം എന്ന് പറഞ്ഞാൽ പരിവർത്തനം ചെയ്യപ്പെട്ടു, മാറ്റപ്പെട്ടു. പ്രഥമ ശതാബ്ദാത് അസ്യ നാമ അഗാദേമൻ ഇതി ആസീത്. പ്രഥമ ശതാബ്ദം നിങ്ങൾ കേട്ടില്ലേ? നൂറ്റാണ്ട്. അത് പ്രഥമ ശതാബ്ദം, ഫസ്റ്റ് നൂറ്റാണ്ട്. ആദ്യത്തെ നൂറ്റാണ്ടിൽ അസ്യ നാമ, അതിൻ്റെ പേരെന്തായിരുന്നു? അഗാദേമൻ ഇതി ആസീത് എന്നായിരുന്നു. ആസീത് വീണ്ടും വന്നു. തതഃ പരം ദെൻ പിന്നീട് അംഗാദേമൻ ജാതം ഇതി. അതിനുശേഷം എന്ത് സംഭവിച്ചു? അംഗാദേമൻ എന്നുള്ള പേരിൽ. എങ്ങനെയാണത്? സർവകാരസ്യ ആധികാരിക ജാലപുടേ അഹം ദൃഷ്ടവാൻ. ജാലപുടത്തിൽ വെബ്സൈറ്റിൽ അഹം ദൃഷ്ടവാൻ, ഞാൻ കണ്ടു. എന്താണ് ദൃഷ്ടവാൻ എന്നുള്ളതും പാസ്റ്റ് നേരത്തെ ഒരെണ്ണം വന്നല്ലോ. അന്വിഷ്ടവാൻ അന്വേഷിച്ചു, ദൃഷ്ടവാൻ കണ്ടു. അതെല്ലാം എന്താണ്? പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നതാണ്. ജാലപുടേ അഹം ദൃഷ്ടവാൻ കിം ദൃഷ്ടവാൻ, എന്ത് കണ്ടു?
അങ്കാദേമൻ ജാതം ഇതി സർവകാരസ്യ ആധികാരിക ജാലപുടെ. സർവകാരത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആധികാരിക ജാലപുട, ഒഫീഷ്യലായിട്ടുള്ള ജാലപുടത്തിൽ, വെബ്സൈറ്റിൽ എന്ത് കണ്ടു? ഇതിൻ്റെ പേരെന്തായിട്ട് മാറിയെന്ന്? അങ്കാദേമൻ. ദീപേശഃ അഹോ അസ്യ നാമ്നഃ ഇതിഹാസഃ അദ്ഭുതഃ അസ്തി. അഹോ, ആശ്ചര്യത്തോട് പറയാണ്. അസ്യ നാമ്നഃ. നാമ്നഃ എന്താണ്? നാമ എന്നുള്ള ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനമാണ് നാമ്നഃ. ഷഷ്ടി ഏകവചനം. ഷഷ്ടി ഏകവചനമാണ്. ഷഷ്ടി ഏകവചനം. നാമ്നഃ. പേരിൻ്റെ. നാമ എന്ന് പറഞ്ഞാൽ പേരെന്നുള്ള അർത്ഥമല്ലേ. അപ്പം നാമ്നഃ പേരിൻ്റെ. അസ്യ നാമ്നഃ അതിൻ്റെ പേരെന്താണ്? ഇതിഹാസഃ അദ്ഭുതഃ അസ്തി. നാമത്തിൻ്റെ ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഐതിഹാസപരമായത് ക്രമമായിട്ട് വന്നില്ലേ ഇതിഹാസം. അപ്പം നമ്മൾ ശരിക്കും ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തരം ഇതിഹാസമുണ്ട്. ഏതൊക്കെയാണത്? രാമായണവും മഹാഭാരതവും. ഇതിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരവ് എങ്ങനെയൊക്കെയാണ് വന്നത്, ആദ്യം മുതൽ എങ്ങനെ രാമായണ കാലം തൊട്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് പേര് മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ നാമ്നഃ ഇതിഹാസ, അതിൻ്റെ നാമത്തിൻ്റെ ഇതിഹാസം, നാമത്തിൻ്റെ ഐതിഹാസികം. അദ്ഭുതഃ അസ്തി, അസ്തിസ്തഃ സന്ധി, അസ്ഥി ആകുന്നു, ഉണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസാണ്. നേരത്തെ പറഞ്ഞ ആസീത് ആസ്താമാസ്ത. കിന്തു കിന്നു അല്ല, കിന്നു ഖലു എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഷുവർലി. ഭാരതസ്യ ഇതിഹാസേ അസ്യ ദ്വീപസ്യ കാചിത് വിശിഷ്ടാ ഭൂമിക അസ്തി. ഭാരതസ്യ ഇതിഹാസേ, ഭാരതത്തിൻ്റെ ഷഷ്ടി ഏകവചനം. ഇതിഹാസത്തിൽ അത് സപ്തമി ഏകവചനം. ഇതിഹാസേ അസ്യ ദ്വീപസ്യ ഈ ദ്വീപിൻ്റെ അതും ഷഷ്ടി ഏകവചനം. കാചിത് വിശിഷ്ടാ ഭൂമിക അസ്തി. കാചിത് വിശിഷ്ടാ ഭൂമിക. ഭൂമിക എന്താണ്? ഭൂമിക ഒരു പ്രദേശം, ഒരു സ്ഥലം, ഒരു പ്രത്യേകതരം സ്ഥലം എന്നുള്ള അർത്ഥമാണ്. ഭൂമിക അസ്തി ഒരു വിശിഷ്ടമായ പ്രദേശമാണല്ലോ അത്. അതൊരു വിശിഷ്ടമായ പ്രദേശമാണ്. ഏതാണ്? ഈ അൻഡമാൻ. അധ്യാപിക ആം മീൻസ് യെസ്. മഹതി ഭൂമിക അസ്തി അസ്യ ദീപസ്യ. മഹതി ഭൂമിക. മഹതി അവിടെ സ്ത്രീലിംഗമാണ്. കാരണം ഭൂമിക എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് നേരത്തെ കാചിത് വിശിഷ്ട ഭൂമിക, അവിടെ കാചിത് എന്നുള്ളത് സ്ത്രീലിംഗമായിട്ട് വന്നു. ഭൂമിക അസ്തി അസ്യ ദീപസ്യ. അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് ആ പ്രദേശം എന്ന് പറയുന്നത് മഹതി ഭൂമിക വിശിഷ്ട അസ്തി. അത് വിശിഷ്ടമായിട്ടുള്ളതാണ് ആ ദ്വീപിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുകയാണ്, കസ്യ നാമ്നഃ ഇതിഹാസേ അദ്ഭുതഃ അസ്തി. കസ്യ നാമ്നഃ ഇതിഹാസേ അദ്ഭുതഃ അസ്തി. ആൻഡമാൻ ദ്വീപസ്യ അല്ലേ. പിന്നെ രാമായണകാലേ ആൻഡമാൻ ദ്വീപസ്യ നാമ കിമാസീത്. രാമായണകാലേ എന്തായിരുന്നു? ഹണ്ടുകമാൻ ഇത് ആസീത്. ഇനി ബാക്കി നോക്കിക്കോളൂ. പേജ് നമ്പർ 117. കീദൃശ ഭൂമിക മഹോദയേ കൃപയാ സൂചയതു. കീദൃശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്ത്രീലിംഗമാണ്. ഭൂമിക എന്തുകൊണ്ടാണ്? സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് കീദൃശി, ഏത് തരത്തിലുള്ള, ടൈപ്പ് എന്നുള്ള അർത്ഥത്തിൽ. കീദൃശി ഭൂമിക മഹോദയ, ഏത് തരത്തിലുള്ള ഭൂമികയാണ്? ഭൂമിക എന്ന് പറയുമ്പോൾ പ്രദേശ, പ്ലേസ്, റീജിയൻ എന്നൊക്കെ പറയാം. കൃപയാ സൂചയതു. കൃപയാൽ സൂചയതു. എന്താണ് സൂചന? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം പറഞ്ഞു, ലോട്ടിൻ്റെ ഒരെണ്ണം പറഞ്ഞു. ലോട്ട് എന്തിനെയൊക്കെ കാണിക്കുന്നതെന്നും പിന്നെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, പിന്നെ ബഹുമാനത്തോടുകൂടി പറയുക, സമ്മതം തരിക, പിന്നെ പ്രയർ രീതിയിൽ, പ്രാർത്ഥനാ രീതിയിൽ പറയുക, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സൂചയതു, സൂചിപ്പിച്ചാലും. നമ്മൾ ബഹുമാനത്തോട് പറയല്ലേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക. സൂചയതു അതേതാണ്? ലട്ടാണ്. സൂചയതു സൂചിപ്പിച്ചാലും. സൂചയതു സൂചയതാം. ബാക്കി രൂപങ്ങളാണ്. ഇത് പ്രഥമ പുരുഷനാണ്. സൂചയതാം. പിന്നെ സൂചയന്തു. ഇത് എന്താണ്? ലോട്ടാണ്. ലോട്ട്.
ശബ്ദമാണ്. ലോട്ട് എന്താണെന്ന് അറിയാമല്ലോ. ലോട്ടിനെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്ന്. ലോട്ട് സൂചയതു, സൂചിപ്പിച്ചാലും, പ്ലീസ് പറഞ്ഞു പറയുകയാണ്. സൂചിപ്പിച്ചാലും ബെഗ് ചെയ്ത രീതി പറയുകയല്ലേ. എന്താണ് സൂചിപ്പിച്ചാലും? എന്താണ് സൂചിപ്പിച്ചാലും എന്ന് പറയുന്നത്? കീദൃശി ഭൂമിക കസ്യ അൻഡമാൻ ദ്വീപസ്യ കീദൃശി ഭൂമിക, എങ്ങനെയുള്ള പ്രദേശമാണത്? അധ്യാപിക അസ്മിൻ ദ്വീപേ സെല്ലുലർ ഇതി കാരാഗാരം അസ്തി. അസ്മിൻ ദ്വീപേ, അസ്മിൻ എന്താണ്? അസ്മിൻ പ്രദേശേ, അസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ, അത് സപ്തമി ഏകവചനമാണ്. ഈ പ്രദേശത്തിൽ, അസ്മിൻ ദ്വീപേ, ദ്വീപേ എന്നുള്ളതും സപ്തമി ഏകവചനമാണ്, ദ്വീപിൽ. അപ്പം അതുകൊണ്ട് അസ്മിൻ, ഈ എന്നുള്ളത് എന്ത് തന്നെ വേണം? അസ്മിൻ സപ്തമി തന്നെ വരണം. അസ്മിൻ ദ്വീപേ സെല്ലുലർ ഇതി കാരാഗാരമസ്തി. കാരാഗാരം എന്താണ്? ജയിൽ. അവിടെ കാരാഗാരമസ്തി. അച്ഛൻ നാമക്കും, അതിൻ്റെ പേരെന്ത്? സെല്ലുലർ എന്ന ഒരു കാരാഗാരം അസ്തി അവിടെ ഉണ്ട്, എപ്പോഴും ഉള്ളതാണ്. അസ്യ കാരാഗാരസ്യ അപരം നാമ മറ്റൊരു പേര്, അനദർ നെയിം ഫോർ ദാറ്റ് ജയിൽ എന്താണ്? കാലാപാനി ഇത്യബി അസ്തി. ഇത്യബി ഇതി പ്ലസ് അബി, ഇത്യബി ഇതി പ്ലസ് അബിയാണ് ഇത്യബി. എന്നും ഉണ്ട്. അബി എന്ന് പറഞ്ഞാൽ ഓൾസോ എന്നുള്ള അർത്ഥമാണ്. ഇതി അബി എന്നും ഉണ്ട്. എന്ത്? കാലാപാനി എന്നുള്ള പേരാണ് സെല്ലുലാറിന് വേറൊരു പേരാണത്. കാലാപാനി എന്നാണ് അതിനെ പറയുന്നത്. ശരിക്കും പേരെന്താ? സെല്ലുലാർ. വേറൊരു പേരാണെന്ത്? കാലാപാനി. കാലാപാനി എന്ന് കേട്ടിട്ടുണ്ട്, ഒരു സിനിമയിലുണ്ട് കാലാപാനി ജയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്യബി അസ്തി. സാശ്ചര്യം, ഉടനെ സുധീന, സാശ്ചര്യം ആശ്ചര്യേണ സഹിത, ആശ്ചര്യത്തോടെ. ആചാര്യേ അസ്യ കഹ അഭിപ്രായ? അസ്യ അതിൻ്റെ കഹ അഭിപ്രായ, അതിനെക്കുറിച്ച് എന്താണ് എന്ന് അത് ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ അഭിപ്രായം? സുരേഖ വേറൊരു ഗേളാണ്. സുരേഖ പറയുന്നു എന്താണ്? കാലാപാനി ഇതി ശബ്ദം ശ്രുത്വാ ഏവ ഭീതി ഭവതി. കാലാപാനി ഇതി ശബ്ദം ശ്രുധാതുവിനോട് ത്വാ ചേർത്തപ്പോൾ ശ്രുത്വാ, കേട്ടിട്ട്. പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമാണ് വരുന്നത്. അതും നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൃത്വ കൃത്വാന്തം, കേട്ടിട്ട്. ഏവ ഭീതി ഭവതി, കേട്ടിട്ട് തന്നെ എന്താ? കേട്ടിട്ട് തന്നെ ഭീതി, പേടിയാകുന്നു എന്ന് സുരേഖ പറയുകയാണ്. അന്ന് വീണ്ടും എഗെയിൻ അധ്യാപിക. സത്യമേവ, സത്യം പ്ലസ് ഏവയാണ് സത്യമേവ. ഭാരതസ്യ സ്വാതന്ത്ര്യാർത്ഥം യുദ്ധരതാനാം ക്രാന്തികാരിണാം ദമനാർത്ഥം ബ്രിട്ടീഷ് ജനൈഃ നിർമ്മിതം ത്രിതലാത്മകം ഏതത് കാരാഗാരം. ഏതത് ഏതാനിയാണ്. ഏതത് എന്ന് സിംഗുലർ, നപുംസകലിംഗമാണ്. ഏതത് കാരാഗാരം നപുംസകലിംഗമല്ലോ, അതുകൊണ്ട് ഏതത് കാരാഗാരം കീദൃശ്യം ഇങ്ങനെയുള്ളതാണ്. ഭാരതസ്യ സ്വാതന്ത്ര്യാർത്ഥം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യാർത്ഥം അതിനു വേണ്ടി. യുദ്ധരതാനാം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, യുദ്ധം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നവർ, യുദ്ധം ചെയ്യുന്നവർ. ക്രാന്തികാരിണം, ആ യുദ്ധത്തിൽ വരുന്നവരാണ്. അന്നൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ രാജ്യത്തിൽ. അപ്പം നാം യുദ്ധം ചെയ്യാൻ പോകും അല്ലേ. അങ്ങനെ ആകുമ്പോൾ ക്രാന്തികാരിണം ദമനാർത്ഥം, അവരുടെ ദമനാർത്ഥം. ദമനം എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരത്തിന് വേണ്ടിയിട്ട്. ബ്രിട്ടീഷ് ജനങ്ങൾ, ബ്രിട്ടീഷുകാരല്ലേ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. ബ്രിട്ടീഷ് ജനൈഹി നിർമ്മിതം ത്രിതലാത്മകം ഏതത് കാരാഗാരം. ഏതത് ത്രിതലാത്മകം. തലം എന്ന് പറഞ്ഞാൽ ഭൂമി, ത്രിതലം എന്ന് പറഞ്ഞാൽ 3 സ്റ്റോറീഡ്. ത്രി എന്ന് പറഞ്ഞാൽ 3, ത്രിതലം 3 തലമുള്ളത്, 3 സ്റ്റോറീഡ് 3 നില. ത്രിതലാത്മകം ഏതത് കാരാഗാരം എങ്ങനെയാണ്? ത്രിതലാത്മകമാണ്. കേന നിർമ്മിതം, ആരാ നിർമ്മിച്ചിട്ടുള്ളതാണ്? ബ്രിട്ടീഷ് ജനങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ളത്. അത്രൈവ മഹാൻ ദേശഭക്തഃ സ്വാതന്ത്ര്യവീരഃ സാവർക്കരഃ
മാതൃഭൂമേः രക്ഷണായ ദശവർഷാണി യാവത് കൽപ്പനാതീതം ഘോരം കഷ്ടം സോഢവാൻ. അത്രൈവ, അത്ര പ്ലസ് ഏവ അത്രൈവ മഹാൻ ദേശഭക്ത, ഒരു മഹാൻ ദേശഭക്തനുണ്ടായിരുന്നു. കഹ സാവർക്കരഃ. സാവർക്കരഃ സഹ കഹ, ആരാണ് അദ്ദേഹം? സ്വാതന്ത്ര്യ വീരഃ, സ്വാതന്ത്ര്യ വീരനാണ്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാണ് അദ്ദേഹം. സാവർക്കരഃ കേട്ട് കാണും നിങ്ങളെല്ലാവരും. മാതൃഭൂമേഹ രക്ഷണായ, മാതൃഭൂമിയുടെ ഏത് വിഭക്തി? ഷഷ്ടി. മാതൃഭൂമിയുടെ രക്ഷണായ, രക്ഷയ്ക്ക് വേണ്ടി, അതേത്? ചതുർത്ഥി ഏകവചനം. രക്ഷണായ വേണ്ടി എന്നൊക്കെ അർത്ഥം. രക്ഷണായ ദശവർഷാണി, ദശവർഷം, ദശ എത്ര നട്ടൻ? ദശവർഷാണി യാവത് കൽപ്പനാതീതം ഘോരം കഷ്ടം സോഢവാൻ. 10 വർഷം വരെ എന്ത് ചെയ്തു? കൽപ്പനാതീതം ഘോരം കഷ്ടം സോഢവാൻ. സോഢവാൻ എന്ന് പറഞ്ഞാൽ സഹിച്ചു. അത് അത്രയും വർഷം എന്ത് ചെയ്തു? കൽപ്പനാതീതം ഘോരം കഷ്ടം. കൽപ്പനാതീതം എന്ന് പറഞ്ഞാൽ പിന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ആ രീതിയിൽ. കൽപ്പനയ്ക്ക് അതീതം, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കഷ്ടങ്ങൾ കഹ സോഢവാൻ, ആരാണ് സഹിച്ചത്? സാവർക്കരഃ, അദ്ദേഹം സഹിച്ചു. സാവർക്കരഃ കഹ, അദ്ദേഹം ആരാണ്? ദേശഭക്ത, സ്വാതന്ത്ര്യവീരഃ, സ്വാതന്ത്ര്യവീരനാണ്. ദേശഭക്തനായ സ്വാതന്ത്ര്യവീരൻ. അദ്ദേഹം കഷ്ടം സോഢവാൻ. സോഢവാൻ നേരത്തെ വന്ന പോലെ സോഢവാൻ സഹിച്ചു, പാസ്റ്റ് ടെൻസ് ആണ്. കസ്യ നാമ്നഃ ഇതിഹാസേ അത്ഭുതഃ അസ്തി. ആ കുട്ടിക്ക് എന്ത് അത്ഭുതമായിട്ട് തോന്നിയത് എന്താണ്? അണ്ടമാൻ ദ്വീപസ്യ. അതുപോലെ കാരാഗാരസ്യ അപരനാമം കിം? കാരാഗാരസ്യ നാമം കിം? സെല്ലുലാർ. കാരാഗാരസ്യ അപരനാമം കിം? എന്താ? കാലാപാനി അല്ലേ? സെല്ലുലാർ ഇത് കാരാഗാരം കുത്ര അസ്തി? എവിടെയാണ് സെല്ലുലാർ കാരാഗാരം ഉള്ളത്? ആൻഡമാൻ ദ്വീപേ. ഇതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണും. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.